नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 69. ഭഗവാൻ കൃഷ്ണൻ്റെ നിത്യകർമ്മങ്ങൾ. പേജ് നമ്പർ 673. പരമപുരുഷന് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ലെന്നു വേദമന്ത്രങ്ങളിൽ നിന്നു നമുക്കറിയാം. ന തസ്യ കാര്യം കരണം ച വിദ്യതേ. പരമപുരുഷനു കരണീയമായി യാതൊന്നുമില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്കെങ്ങനെ പറയാനാവും? കൃഷ്ണനെ പോലെ ആർക്കും പ്രവർത്തിക്കാനാവില്ലെന്നു കഴിഞ്ഞ അധ്യായത്തിൽ നിന്നു വ്യക്തമാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭഗവാന്റെ പ്രവർത്തനങ്ങളെ പിന്തുടരുക, പക്ഷേ അവയെ അനുകരിക്കരുത്. ഉദാഹരണമായി, ഗൃഹസ്ഥാശ്രമി എന്ന നിലയിൽ കൃഷ്ണനെ മാതൃകയായി സ്വീകരിക്കാം. അതേസമയം വിവിധ രൂപങ്ങളായി വികസിച്ചു കൃഷ്ണനെ അനുകരിക്കാൻ ശ്രമിച്ചാൽ അതു നടപ്പില്ല. അതിനാൽ ഒരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ ഭഗവാൻ കൃഷ്ണൻ ഭാര്യമാരോട് പെരുമാറുന്ന രീതി നമുക്ക് പിന്തുടരാം. എന്നാൽ ഒരേ സമയം 16,000 ഭാര്യമാരോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം നമുക്ക് അനുകരിക്കാനാവില്ല. ചുരുക്കത്തിൽ, ഒരു മാതൃകാ ഗൃഹസ്ഥനായി തീരാൻ നിത്യകർമ്മങ്ങളിൽ അദ്ദേഹം പ്രകടമാക്കിയ വഴി നാം പിന്തുടരണമെന്നും നമ്മുടെ ജീവിതത്തിലെ ഒരു ഘട്ടത്തിലും അദ്ദേഹത്തെ അനുകരിക്കരുതെന്നുമാണർത്ഥം. ഭഗവാൻ കൃഷ്ണൻ 16,000 ഭാര്യമാരുമൊത്തു ശയിക്കാറുണ്ടെങ്കിലും അദ്ദേഹം വളരെ നേരത്തെ, സൂര്യാസ്തമയത്തിനു 7:30 നാഴിക മുമ്പേ കിടക്കയിൽ നിന്നെഴുന്നേൽക്കാറുണ്ട്. പ്രകൃതിയുടെ ക്രമീകരണമനുസരിച്ച് കോഴിയുടെ കൂവൽ ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ അറിയിപ്പാണ്. അവിടെ ഉറക്കമുണർത്താൻ സമയാപിനിയുടെ കാഹളം ആവശ്യമില്ല. പ്രഭാതത്തിൽ കോഴി കൂവുന്നതോടെ കിടക്കയിൽ നിന്നെഴുന്നേൽക്കാൻ സമയമായി എന്നു മനസ്സിലാക്കാം. ആ ശബ്ദം കേട്ടു കൃഷ്ണൻ കിടക്കയിൽ നിന്നെഴുന്നേൽക്കും. പക്ഷേ അത്ര നേരത്തെ എഴുന്നേൽക്കുന്നതു അദ്ദേഹത്തിൻ്റെ ഭാര്യമാർക്കിഷ്ടമുള്ള കാര്യമല്ല. അവർക്കു കൃഷ്ണനെ കെട്ടിപ്പിടിച്ചുകൊണ്ടു കിടക്കയിൽ തന്നെ കിടക്കണം. അത്രയ്ക്കാസക്തിയാണ് അവർക്ക് കൃഷ്ണനോട്. കോഴി കൂവുന്നത് കേൾക്കുന്നതു കൃഷ്ണൻ്റെ പത്നിമാർക്കു സങ്കടകരമാണ്. അവർ കോഴികളെ പഴിക്കാൻ തുടങ്ങും. ഓരോ കൊട്ടാര വളപ്പിലും പാരിജാത പൂക്കളുണ്ട്. പാരിജാതം ഒരു കൃത്രിമ പുഷ്പമല്ല. കൃഷ്ണൻ പാരിജാത വൃക്ഷം സ്വർഗത്തുനിന്നു കൊണ്ടുവന്ന്
തൻ്റെ എല്ലാ കൊട്ടാരവളപ്പിലും നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെന്നു നമുക്കറിയാം. പ്രഭാതത്തിലെ ഇളം കാറ്റിൽ പാരിജാതത്തിൻ്റെ സൗരഭ്യം ഒഴുകിവരും. കിടക്കയിൽ നിന്നെഴുന്നേൽക്കുന്നതോടെ ആ ഗന്ധം കൃഷ്ണൻ ആസ്വദിക്കും. ഈ സുഗന്ധം മൂലം തേനീച്ചകൾ മൂളാൻ തുടങ്ങും, പക്ഷികൾ കളകളാരവം പൊഴിക്കും. ആകെക്കൂടി കൃഷ്ണനെ പ്രാർത്ഥിക്കുന്ന സ്തുതി പാഠകന്മാരുടെ ഗാനാലാപനത്തിൻ്റെ നാദം പോലെയായിരിക്കും ആ ശബ്ദം. ഒരു ദിവസത്തിലെ ഏറ്റവും മംഗളകരമായ മുഹൂർത്തമാണ് ബ്രഹ്മമുഹൂർത്തമെന്നറിയാമായിരുന്നിട്ടും ഭഗവാൻ കൃഷ്ണൻ്റെ പ്രഥമ പത്നിയായ ശ്രീമതി രുക്മിണീ ദേവിക്ക് ഈ മുഹൂർത്തത്തിനോടു അത്യന്തം വെറുപ്പാണ്. കാരണം കിടക്കയിൽ തൻ്റെ സമീപത്തുനിന്നു കൃഷ്ണൻ എഴുന്നേറ്റു പോകുന്നത് അവൾക്കിഷ്ടമല്ല. രുക്മിണീ ദേവിക്ക് വെറുപ്പാണെങ്കിലും ബ്രഹ്മമുഹൂർത്തം സമാഗതമാകുന്നതോടെ ഭാര്യയുടെ ആലിംഗനത്തിലമർന്ന് എത്ര തന്നെ സുഖകരമായ അവസ്ഥയിലാണെങ്കിൽ പോലും ഭഗവാൻ കൃഷ്ണൻ കിടക്കയിൽ നിന്നെഴുന്നേൽക്കും. പ്രഭാതത്തിൽ ഉണരാൻ കൃഷ്ണൻ്റെ ഈ പെരുമാറ്റത്തിൽ നിന്നു ഒരു മാതൃകാ ഗൃഹനാഥൻ അഭ്യസിക്കേണ്ടതാണ്. ഹരേ കൃഷ്ണ.